നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഏത് ഭാസ്കർ? ബാങ്കിങ് ഏജന്റ് ഭാസ്കർ. നിങ്ങൾക്ക് എന്നെ അറിയില്ലായിരിക്കും, പക്ഷെ നിങ്ങളുടെ ബോസിനെ നന്നായിട്ട് അറിയാം. ഇതെന്റെ ഭാര്യ കല്യാണി. ഞാൻ നിങ്ങൾക്ക് ഒരു ചെക്കില് 20 ലക്ഷം എഴുതി തരാം. അടുത്ത ആഴ്ച ഞാൻ വെക്കേഷന് ഗോവയ്ക്ക് പോവാം. നിങ്ങളുടെ വൈഫ് കല്യാണിയെ ഒരു കമ്പനിക്ക് അയക്കാവോ? എണീക്കണോ ഭാസ്കർ? കൂൾ. 20 ലക്ഷം പോരെങ്കിൽ ഇനിയും കൂടുതൽ തരാൻ തയ്യാറാ. ഒരു നല്ല ട്രിപ്പ് നിങ്ങൾ മിസ് ചെയ്തിരിക്കുക. എന്താ സാർ ഇതൊക്കെ? ഐസ്ക്രീം അശോക്. അലിഞ്ഞു തീരുന്നതിന് മുന്നേ നഷ്ടപ്പെടുത്താതെ ടേസ്റ്റ് നോക്കണം. ഓക്കെ. ഹലോ ഹലോ. നിങ്ങളുടെ MD എനിക്കൊരു പ്രപ്പോസൽ തന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിനെന്താ, നമുക്ക് സംസാരിക്കാലോ. അതേക്കോ. സോ അപ്പൊ നന്ദ പറഞ്ഞതാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. എക്സ്ക്യൂസ് മീ അനാമിക, ഇതുപോലെ പ്രധാനപ്പെട്ട മീറ്റിംഗ് ആണോ? അല്ലല്ല, പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഒന്നുമില്ല, ഇവര് ബോസിന്റെ ഗസ്റ്റുകളാണ്. ബോസിന് ഇവരൊന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. സോ നിങ്ങളുടെ ഡിസ്കഷൻ വേറെ എങ്ങോട്ടൊന്ന് മാറ്റാവോ? ഷുവർ. ഓക്കെ ഗൈസ്, നമുക്കപ്പോ ലഞ്ചിന് ശേഷം ഡിസ്കസ് ചെയ്യാം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ, ഞാൻ ബോസിനെ കൂട്ടിട്ട് വരാം. കോഫി, കൂൾ ഡ്രിങ്ക്സ്? അയ്യോ, അതൊന്നും വേണ്ട. പോയിട്ട് വരാം. എന്താ ഭാസ്കർ, ഇത് ഓക്കെ ആയിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ആവും. അന്ന് ഇഷ്ടപ്പെട്ടിട്ടല്ലേ വന്ന് ചോദിച്ചത്, പിന്നെ ഇപ്പോ വേണ്ടെന്ന് പറയൂ? എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഈ ചാൻസ് നമ്മൾ കൃത്യമായി ഉപയോഗിച്ച ലൈഫ് സെറ്റിൽ ആയിടും. ഇത് നിന്റെ കയ്യിലാ ഉള്ളത് കല്യാണി. ദേ നോക്കി, ആ ഋഷിയെ ഞാൻ എങ്ങനെയെങ്കിലും എന്റെ വലയിലാക്കിയിരിക്കും. ഹായ് ഋഷി. പ്ലീസ് സർ, സിറ്റ് സിറ്റ്. ഹായ് സർ, ഞങ്ങളെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? അങ്ങനെ മറക്കാൻ പറ്റുമോ? എന്താ വന്നേ, പറയൂ. സർ സർ അന്ന് നിങ്ങൾ തന്ന പ്രപ്പോസൽ. നിങ്ങളൊന്ന് പറഞ്ഞ പ്രപ്പോസൽ എനിക്ക് ഓക്കെയാണ്. ഓക്കെ ആണോ? അതെ, നിങ്ങളുടെ കൂടെ ഗോവയിൽ വരുന്നതിന് ഐ എം കംപ്ലീറ്റ്ലി റെഡി. എന്നാ ഞാൻ റെഡിയല്ലല്ലോ. അതെന്താ, അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടാണോ? വേറൊരു കമ്പനിയുമായി ഗോവയിൽ പോയി വന്നതുകൊണ്ട്. അതെന്താ, ഇനിയപ്പോ വേറെ എവിടെയും പോകില്ലെന്നാണോ? പോകാലോ. അതിന് വേണമെങ്കില് കമ്പനിക്ക് ഞാൻ വരട്ടെ? അതിന്റെ ആവശ്യമില്ല. സർ, അന്ന് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് സാർ ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയെന്ന് മനസ്സിലായി. ഐ എം വെരി സോറി സാർ. ഇപ്പൊ എന്റെ ഭാര്യയെ എവിടെ വേണമെങ്കിലും കൂട്ടിക്കൊണ്ടുപോയിക്കോ സാർ, കൂട്ടിക്കൊണ്ടുപോയിക്കോ സാർ. അന്ന് പറഞ്ഞ 20 ലക്ഷത്തിൽ നിന്ന് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. വാവ്, തന്റെ ആവശ്യം ഒരുപാടങ്ങ് കുറഞ്ഞു പോയല്ലോ ഭാസ്കർ. 20 ലക്ഷം എന്നല്ല, 20 കോടി ഇങ്ങോട്ട് തന്ന് നിന്റെ ഭാര്യയെ കൊണ്ടുപോകാൻ പറഞ്ഞാലും എനിക്കിവിടെ ആവശ്യമില്ല. അതെന്താ? ഞാനായിട്ട് തേടി വന്നപ്പോഴാ അതിനൊരു ത്രില്ലുണ്ടായിരുന്നത്. പക്ഷെ ഇങ്ങോട്ട് തേടി വരുമ്പോ അത് ഇറിറ്റേറ്റിംഗാ. അന്ന് നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ പോലെ ഇന്ന് ഞാൻ വേണ്ടെന്ന് പറയാം. That's it. അയ്യോ സാർ 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 എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നേ? അന്ന് ഞാൻ വിടില്ല എന്ന് പറഞ്ഞു, ഇന്ന് ഞാൻ ഓക്കെ പറഞ്ഞപ്പോ സാർ വേണ്ടെന്ന് പറയുന്നു. എന്താ സാർ ഇത്? വേണ്ടെങ്കിൽ വേണ്ടെന്നല്ലേ ഭാസ്കർ പറയാൻ പറ്റൂ. നോ മീൻസ് നോ. ഋഷി ഋഷി ഋഷി, പ്ലീസ് ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? ആവശ്യമില്ല. ഇറങ്ങടി. ഏയ്, എന്താ എടി പൊടിന്നൊക്കെ വിളിക്കുന്നേ? ഇതെന്റെ ഓഫീസാ.
ഇവിടെ ഇങ്ങനെ ഒച്ചയുണ്ടാക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. എന്താ? നിനക്ക് നിന്റെ ഭാര്യ ആരുടെങ്കിലും കൂടെ വിടണമെന്നുണ്ടെങ്കിൽ നാട്ടില് വേറെയും ആൾക്കാരുണ്ട്, അവിടെ പോയി ചോദിക്ക. ഇപ്പോ get out. ഋഷി Hey! I said get the hell out of my office. Get out! നിന്നെ ഞാൻ കാണിച്ചു തരാടാ, വാ. ഒന്ന് നന്നായി ജീവിക്കാന്ന് വിചാരിച്ച ഇവരൊന്നും സമ്മതിക്കില്ലല്ലോ. ഞാൻ അകപ്പെട്ട് കിടക്കുന്ന വിവരം അഘോരാക്കളോടും ഗുരുവിനോടും പറയൂ. എന്നെ പുറത്തിറക്കാനുള്ള വിദ്യ അവർ നിനക്ക് പറഞ്ഞു തരും. ഈ സാമ്പയെ ഒരു മന്ത്രത്തിനും തകർക്കാൻ പറ്റില്ല.